ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടനിലക്കാരനായി നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ കൂടുതലായി പുറത്തുവരികയാണ്. ആരാണ് പോറ്റിയെ കയറ്റിയത് എന്ന കാര്യവും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ട് CPM പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസ് നേതാക്കളുമായുള്ള അടുപ്പം ചൂണ്ടിക്കാട്ടിയാണ് സോഷ്യൽ മീഡിയയിലടക്കം CPM ആരോപണം ഉയർത്തുന്നത്. സോണിയാഗാന്ധിക്കും ഇതിൽ പങ്കുണ്ടെന്ന തരത്തിലാണ് ആരോപണങ്ങൾ. ഇത് ഏറ്റെടുത്ത് മന്ത്രിമാരും നേതാക്കളും എല്ലാം രംഗത്ത് എത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരും പാർട്ടിയും പ്രതിസന്ധിയിലായിട്ടും പ്രതിരോധത്തിന് കാര്യമായ ശ്രമം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ CPM നടത്തിയിട്ടില്ല. കോടതി നിർദ്ദേശിച്ച പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു അവരുടെ നിലപാട്. എന്നാൽ UDFും BJPയും ഉയർത്തിയ പ്രചാരണം CPMന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ശക്തമായ പ്രതിരോധത്തിലൂന്നി CPM ഇപ്പോൾ വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസ് നേതാക്കളുമായുള്ള അടുപ്പം ഉയർത്തിക്കാണിച്ചാണ് CPM പ്രചാരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് UDF ആണ്. സോണിയാഗാന്ധിയുടെ വസതിയിൽ 2 തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്ദർശനം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ആന്റോ ആന്റണി, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരാണ് അതിന് സഹായം നൽകിയതെന്നും പാർട്ടി ആരോപിക്കുന്നു. സോണിയാഗാന്ധിയുടെ ഒരു സഹോദരിക്ക് ഇറ്റലിയിൽ പൗരാണിക വസ്തുക്കൾ വിൽക്കുന്ന കടയുണ്ടെന്നും ശബരിമല സ്വർണ്ണക്കടത്തിന് ഇതുമായി ബന്ധം ഉണ്ടെന്നുമാണ് CPMന്റെ ശക്തമായ മറ്റൊരു പ്രചരണം. സോണിയയുടെ സഹോദരിയായ അലക്സാൻഡ്രിയ, അനോഷ്ക എന്നും അവരെ വിളിക്കുന്നുണ്ട്. ഇവർക്ക് 2 ആന്റിക് ഷോപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എത്നിക, ഗൺപതി എന്നീ പേരിലാണ് ഷോപ്പുകൾ. വർഷങ്ങൾക്ക് മുന്നേ സോണിയാഗാന്ധി ഇന്ത്യയിൽ നിന്നും പുരാതന വസ്തുക്കൾ സഹോദരിക്ക് എത്തിക്കുന്നു എന്ന ആരോപണം ഉണ്ടായിരുന്നു. സുബ്രഹ്മണ്യൻ സ്വാമി 2016 ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനും വർഷങ്ങൾക്ക് മുന്നേ 2003 സ്വാമി ഡൽഹി കോടതിയിൽ ഒരു പെറ്റീഷൻ ഈ വിഷയത്തിൽ ഫയൽ ചെയ്തിരുന്നു. ഇപ്പോഴത്തെ CPMന്റെ ആരോപണങ്ങൾ ഏറ്റെടുത്ത് മന്ത്രിമാരും രംഗത്ത് വന്നു. സോണിയാഗാന്ധിക്ക് ഒരു ബന്ധവുമില്ലെങ്കിൽ ഇത്രയും അടുത്ത് ചേർന്ന് നിൽക്കുമോ പോറ്റി എന്നായിരുന്നു വി ശിവൻകുട്ടിയുടെ ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്ഥിരം സന്ദർശകനായിരുന്നു. ഗോവർദ്ധനും ആ ചിത്രത്തിൽ ഒപ്പമുണ്ട്. എന്താണ് കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധമെന്നും അന്വേഷണം വേണമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. പോറ്റിയെ കയറ്റിയെ എന്ന പാരഡി പാട്ടും സർക്കാരിനെതിരെ ശക്തമായ പ്രചരണവുമാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും UDF തുടരുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആരോപണ വിധേയരുടെ കോൺഗ്രസ് ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള CPMന്റെ പ്രതിരോധം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖം നോക്കാതെയുള്ള നടപടിയാണ് അന്വേഷണ സംഘം സ്വീകരിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇതുവരെ പിടിയിലായവർ ജയിലിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പ്രധാനിയെന്നും ശിവൻകുട്ടി പറഞ്ഞു. പോറ്റിയെ അവിടെ കൊണ്ടുവന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. 2016 മുൻപ് നടന്ന സംഭവം പിണറായി സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ കഴിയില്ല. സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 2 തവണ സന്ദർശനം നടത്തിയ കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. അന്ന് കൂടെയുണ്ടായിരുന്നത് ആന്റോ ആന്റണി, അടൂർ പ്രകാശ്, പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ പോലും MP-മാർ തയ്യാറാകുന്നില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ VD സതീശൻ ഈ ബന്ധത്തെക്കുറിച്ച് കൂടി പറയാൻ തയ്യാറാവണം. പാരഡിയുടെ കൂടെ ഇതെല്ലാം ചേർക്കണം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയതും സന്ദർശനം നടത്തിയതും കൂടി ചേർത്താൽ ആ പാരഡി ഗംഭീരമാകുമെന്നും ശിവൻകുട്ടി പരിഹസിച്ചു. സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി രക്ഷ കെട്ടിയ സംഭവത്തിലെങ്കിലും മറുപടി പറയാൻ കോൺഗ്രസ് തയ്യാറാണോ എന്നാണ് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം പോറ്റി നിൽക്കുന്ന ഒരു ചിത്രം ഉയർത്തിക്കൊണ്ട് വി ശിവൻകുട്ടി ചോദിക്കുന്നത്. അന്വേഷണം ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹവും മറ്റുള്ള പുണ്യ പുരാതന വസ്തുക്കളും എവിടേക്കാണ് പോയതെന്നാണ്. കടൽ കടന്ന് ഇറ്റലിയിലേക്ക് പോയോ, അത് സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ കടയിൽ എത്തിയോ എന്നതെല്ലാം ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്.